സുജാത വിനീതിനോട് പറയാണ്, നിനക്ക് ഇപ്പോ എന്താ വേണ്ടത്? കല്യാണത്തിന് പോണം അല്ലേ? മുഹൂർത്തം കഴിയുമെന്ന് പേടിക്കണ്ട. എന്തായാലും ഇത്ര സമയമായില്ലേ? എനിക്ക് 1 മിനിറ്റ് കൂടി താ, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് സുജാത കിച്ചണിൽ പോയി മണ്ണെണ്ണ എടുത്തു വരുവാണ്. അത് കാണുന്ന വിനീതും ഗീതയും ടെൻഷൻ ആവുകയാണ്. സുജാത മണ്ണെണ്ണ മേല് മുഴുവൻ ഒഴിക്കുകയാണ്. അപ്പോൾ വിനീത അടുത്തേക്ക് വരുമ്പോൾ സുജാത പറയാണ്, നീ അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ എന്നെ കത്തിക്കും. എന്നിട്ട് പറയാണ്, ഇനി നീ എന്നെ അമ്മ എന്ന് വിളിക്കരുത്. നിനക്ക് ഇപ്പോൾ എന്നെ വേണ്ടല്ലോ. ഞാൻ ജീവിച്ചാൽ എന്താ, ചത്താൽ എന്താ? ഗംഗയല്ലേ നിനക്ക് പ്രധാനം. ഞാൻ ചാകാം, ചത്തു തരാം എന്നൊക്കെ വിനീതിന്റെ മുമ്പിൽ അഭിനയിക്കാണ് സുജാത. അപ്പോൾ വിനീതിന് സങ്കടമാവുകയാണ്. എന്നിട്ട് പറയാണ്, അമ്മേ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കാം അമ്മേ. അമ്മേ, ഗംഗയ്ക്കോ എനിക്കോ വേണ്ടിയല്ല, അരവിന്ദനമ്മാവനെ ഒന്ന് ഓർക്ക്. എന്തെല്ലാം സഹായം അരവിന്ദനമ്മാവൻ നമുക്ക് ചെയ്തു തന്നത്. ഈ ഗീത ചേച്ചിയുടെ കല്യാണം നടത്തി തന്നു, എനിക്കൊരു കട ഇട്ടു തന്നു. ഇതെല്ലാം അമ്മാവൻ ചെയ്തതല്ലേ. അമ്മ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറയാണ് വിനീത്. അപ്പോൾ ഗീത പറയാണ്, അമ്മ മണ്ണെണ്ണ ഒഴിച്ച് ചാവാൻ നിൽക്കുമ്പോഴും അവന് പ്രധാനം ആരാണെന്ന് കണ്ടില്ലേ? അപ്പോൾ സുജാത പറയാണ്, അവന് നമ്മളെ ഒന്നും വേണ്ടടി, ഞാൻ ചത്തേക്കാം എന്നും പറഞ്ഞ് വീണ്ടും മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ വിനീത് വന്ന് ആ മണ്ണെണ്ണ പിടിച്ചു വാങ്ങി പറയാണ്, നിങ്ങളുടെ കാൽക്കീഴിൽ കിടന്നു തന്നെ ഞാൻ പിടഞ്ഞ് ചാകാം. കെഞ്ചി കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഇത്ര കാലം വളർത്തിയ മകന്റെ മനസ്സ് അറിയാൻ പറ്റിയില്ലെങ്കിൽ ചത്തു തരാം ഞാൻ. എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല, മക്കളെ മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാ അമ്മമാർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞ് വിനീത് മേല് ഫുള്ള് മണ്ണെണ്ണ ഒഴിക്കാൻ നിൽക്കുമ്പോൾ ഗീത ചേച്ചി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ മണ്ണെണ്ണ ഫുള്ള് ഗീത ചേച്ചിയുടെ മേല് വീഴാണ്. അപ്പോൾ സുജാത വിനീതിനോട് പറയാണ്, ഗംഗയോടുള്ള പ്രേമം മൂത്ത് ഭ്രാന്തായടാ നിനക്ക്. ഇതിനെ കൂടി കൊന്നിട്ട് വേണോ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ എന്ന് പറഞ്ഞ് വിനീതിനെ സങ്കടപ്പെടുത്താണ് സുജാതയും ഗീതയും കൂടി. അപ്പോൾ വിനീത് സങ്കടത്തിൽ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ ഗീത അവനെ ഒരു റൂമിലിട്ട് പൂട്ടുകയാണ്. വിനീത് വാതിൽ തുറക്കാനൊക്കെ കുറേ വട്ടം പറയുന്നുണ്ട്. അപ്പോൾ സുജാത പറയാണ്, ഒന്ന് പിടയ്ക്കാതെ നിൽക്കടാ, നിനക്കുള്ള വിവാഹ സമ്മാനം ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. വിനീത് എന്ത് ചെയ്യുമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. നെവിൻ വിനീതിനെ കുറേ തവണ കോള് ചെയ്യാണ്, പക്ഷേ വിനീതിൻ്റെ കോള് പോണില്ല. എന്നിട്ട് തിരുമേനി വന്നിട്ട് ചോദിക്കുകയാണ്, ചെറുക്കൻ എവിടെ? അപ്പോൾ നെവിൻ പറയാണ്, ചെറുക്കൻ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുമേനി. അപ്പോൾ തിരുമേനി പറയാണ്, അയാളോടൊന്ന് വേഗം വരാൻ പറയ്, സമയം തീരെയില്ല എന്ന് പറഞ്ഞ് പോകുകയാണ് തിരുമേനി. വിനീതിൻ്റെ കടയിലെ സലീമിക്ക വിനീതിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഗീത പറയാണ്, വിനീത് വീട്ടിലില്ല, അവൻ കടയിൽ പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ സലീമിക്ക പറയാണ്, വിനീത് കടയിലില്ല, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ വിനീത് അകത്തുനിന്ന് വാതിൽ തുറക്കാൻ പറയുന്ന ഒച്ച ഗീതയും സലീമിക്കയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗീത പെട്ടെന്ന് പറയാണ് സലീമിക്കയോട്, വിനീത് ഇവിടെ ഇല്ല, എന്നാൽ ശരി എന്നും പറഞ്ഞ് കഥ അടയ്ക്കുകയാണ് ഗീത. സലീമിക്ക ബേബി ചേട്ടനെ വിളിച്ച് പറയാണ്, വിനീത് ഇവിടെ വീട്ടിൽ തന്നെയുണ്ട്, പക്ഷേ ചെറിയ പ്രശ്നമുണ്ട്, അവനെ പൂട്ടിയിട്ടിക്കാണ്. ഗംഗ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന കാവേരി ഗംഗയോട് പറയാണ്, ടെൻഷൻ ആവേണ്ട ചേച്ചി, വിനീതേട്ടൻ ഇപ്പോൾ വരും. അപ്പോൾ ഗംഗ പറയാണ്, എനിക്കോ ടെൻഷനോ? നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു സിനിമ പോലെ കണ്ടുകൊണ്ടിരിക്കല്ലേ ഞാൻ അഭിനയിക്കുന്ന അതേ സിനിമ ഒരു കാണിയായി കാണുന്നത് പോലെ. കഥ മുഴുവനും അറിയാം, പിന്നെ ക്ലൈമാക്സും. പിന്നെ എന്തിനാ എനിക്ക് ടെൻഷൻ? ഇത്രയും പോരെ? കുറേ പേരെ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതിലേ എനിക്ക് വിഷമമുള്ളൂ. ഗംഗയുടെ നിശ്ചയം, കല്യാണം എന്നൊക്കെ ഇനി പറഞ്ഞാൽ ചിരിക്കും അവര്. അപ്പോൾ കാവേരി പറയാണ്, അതിന് കല്യാണം ഇവിടെ നടക്കും ഗംഗ ചേച്ചി, നടക്കണമെന്ന ആഗ്രഹം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ചേച്ചിയുടെ കല്യാണം 3-ാം തവണ മുടങ്ങി എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിന് ഒരു ദുഷ്പേര് വരരുത്. ആർക്കും ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടാതെ പോകരുത്. ഇനി ഇവിടെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ഗംഗ ചേച്ചി ജീവനോടെ ഉണ്ടാവില്ല. അത് കേട്ട് കാവേരിക്ക് സങ്കടാവാണ്. നെവിൻ വന്ന് കാവേരിയെ വിളിക്കാണ്. എന്നിട്ട് നെവിൻ കാവേരിയോട് വിനീതിൻ്റെ കാര്യമൊക്കെ പറയാണ്, അവനെ അവിടെ പൂട്ടിയിരിക്കുകയാണ് എന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാവേരി ഗംഗ ചേച്ചിയോട് പറയാണ്, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം, ചേച്ചി ടെൻഷൻ ഒന്നും അടിക്കണ്ട, വിനീതേട്ടൻ വരും, ഈ കല്യാണം എന്തായാലും നടക്കും
നടക്കും. അപ്പോൾ ഞാനും ഇവിടെ ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട എന്ന് പറയാണ്. എന്നിട്ട് ശാരദയുടെ അടുത്ത് വന്ന് പറയാണ്, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം അമ്മേ. ഗംഗച്ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കാര്യത്തിനാണ് പോകുന്നത്. വേറെ ഒന്നും എനിക്ക് അമ്മയോട് പറയാൻ പറ്റൂല. അമ്മയെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, അമ്മയുടെ മനസ്സിൽ രഹസ്യം ഇരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. നെവിൻ ഉണ്ട് എൻ്റെ കൂടെ, ഞങ്ങൾ പോയിട്ട് വന്നോളാം. അപ്പോൾ ശാരദ പറയാണ്, മുഹൂർത്തം കഴിയാൻ 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ കാവേരി പറയാണ്, എന്തായാലും വരം വരാതെ കല്യാണം നടക്കൂലല്ലോ അമ്മേ. വിനീതേട്ടൻ വരുമ്പോൾ ഞങ്ങളും ഇവിടെ ഉണ്ടാകും. അപ്പോൾ ശാരദ പറയാണ്, വരുന്നത് ഉറപ്പാണല്ലോ. ഈ സമയത്ത് നീ കൂടെ ഇല്ലാതെ വന്നാൽ ഞാൻ ആകെ തളർന്നു പോകും. നിനക്കറിയാലോ, വേറെ ആരുമില്ല. അപ്പോൾ കാവേരി പറയാണ്, അമ്മയെയും ഗംഗച്ചേച്ചിയെയും ഇവിടെ ഇട്ട് പോകാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, വേറെ നിവർത്തിയില്ലാത്തോണ്ടാ. ഞാനിപ്പോ പോയാലേ ഈ കല്യാണം നടക്കൂ. ഗംഗച്ചേച്ചിയും വിനീതേട്ടനുമുള്ള വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ വെച്ച് നടക്കും. ഇത് കാവേരിയുടെ ഉറപ്പാ എന്നും പറഞ്ഞാണ് കാവേരി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.